പണത്തിന് വേണ്ടി മാത്രം പ്രണയിക്കുന്നവരെ ഇംഗ്ലീഷിൽ പറയുന്നത് എന്താണെന്നറിയോ? ഗോൾഡ് ഡിggers എന്ന. അത് ഒരുപക്ഷെ സ്ത്രീയാകാം അല്ലെങ്കിൽ പുരുഷനാകാം. ഇപ്പോൾ ഞാൻ ഇത് പറയാനുള്ള കാരണം, ചൈനയിൽ റിവെഞ്ച് ഓൺ ഗോൾഡ് ഡിggers എന്ന പേരിൽ ഒരു ലൈവ് ആക്ഷൻ വീഡിയോ ഗെയിം വന്നു. സ്ത്രീകൾ ഗോൾഡ് ഡിggers ആണെന്നും അവരോട് എങ്ങനെ പകരം വീട്ടാം എന്നതുമാണ് ഈ ഗെയിം. ഈ ഗെയിമിൻ്റെ പേരിൽ ഇപ്പോൾ ഒരു വലിയ വിവാദം ചൈനയിൽ പുകയുകയാണ്. നമുക്ക് ആദ്യം അതിൻ്റെ ഒരു റിപ്പോർട്ട് കാണാം. ചൈനയിലെ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമായ സ്റ്റീമിലാണ് ജൂൺ 19-ന് റിവെഞ്ച് ഓൺ ഗോൾഡ് ഡിggers എന്ന പേരിൽ ഒരു ലൈവ് ആക്ഷൻ വീഡിയോ ഗെയിം റിലീസ് ചെയ്തത്. പ്രണയം നടിച്ച് പണത്തിന് പിന്നാലെ പായുന്ന സ്ത്രീകളെ തെറ്റിദ്ധരിപ്പിച്ച് അവരോട് പകവീട്ടുന്ന നായകന്മാരാണ് ഗെയിമിലുള്ളത്. ഹോങ്കോങ് സംവിധായകൻ മാർക്ക് വു ആണ് ക്രിയേറ്റർ. ഇറങ്ങിയ അന്നു തന്നെ സ്റ്റീമിന്റെ ഗ്ലോബൽ ബെസ്റ്റ് സെല്ലേഴ്സ് ചാർട്ടിൽ 4ാം സ്ഥാനവും നേടി ഹിറ്റ് ലിസ്റ്റിലേക്ക് കുതിച്ചു. പക്ഷേ വരാനുള്ളത് വഴിയിൽ തങ്ങില്ലല്ലോ. ഗോൾഡ് ഡിggers എന്ന് വിളിച്ച് സ്ത്രീ സമൂഹത്തെ അടച്ചാക്ഷേപിക്കുകയാണെന്നും ലിംഗവിവേചനമാണെന്നുമാണ് ഉയരുന്ന വിമർശനം. എന്നാൽ പ്രണയത്തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പാലിക്കാനുള്ള മുന്നറിയിപ്പാണെന്നാണ് ഗെയിമിന്റെ ക്രിയേറ്റേഴ്സ് അവകാശപ്പെടുന്നത്. എന്നാൽ സ്ത്രീകൾ മാത്രമാണോ തട്ടിപ്പ് നടത്തുന്നതെന്നാണ് ഗെയിം ക്രിയേറ്റേഴ്സിനോട് ലോകം ചോദിക്കുന്നത്. ഏതായാലും ഈ വിവാദത്തോടെ ഗെയിമിന്റെ പേര് ഇമോഷണൽ ആന്റി ഫ്രോഡ് സിമുലേറ്റർ എന്നാക്കി. അതുകൊണ്ട് തീർന്നില്ല. ചൈനീസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഗെയിം ക്രിയേറ്റർമാർക്ക് വൂവിനെ ബാൻ ചെയ്തു. പക്ഷേ ലിംഗവിവേചനത്തിനുമേലുള്ള രാഷ്ട്രീയ ചർച്ചകൾ ചൂടുപിടിച്ച കൂട്ടത്തിൽ ഗെയിമിന്റെ വിൽപ്പനയും കൂടി. ചൈനയിലെ എക്കാലത്തെയും മികച്ച ഗെയിമായ ബ്ലാക്ക് മിത്ത് വുക്കോങ്ങിനെ പോലും കടത്തിവെട്ടുകയാണ് ഗോൾഡ് ഡിggers വീഡിയോ ഗെയിം. എന്റർടൈൻമെന്റ് ഡെസ്ക്, ന്യൂസ് മലയാളം.